എന്നും നമ്മൾ വൈകുന്നേരത്തന്നെ പറയരുത് കേട്ടോ. ഇന്ന് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒഴിവ് കിട്ടിയത് വൈകുന്നേരത്താണ്. ഇന്ന് രാവിലെ നല്ല നല്ല സംഭവ വികാസങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ കേട്ടോ. അതിന്റെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ പറയാ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടേക്ക് ഓടിയതല്ല, ഞാൻ കോൺഫ്ലവർ അരിപ്പൊടി എടുത്തപ്പോ എന്റെ മേല് മൊത്തം നോക്കി നോക്ക്. എന്റെ പീഠത്തുനിന്ന് ഇറങ്ങിപ്പോടാ. എന്റെ നോക്കി നോക്ക് പറയുന്നത് വേണമെങ്കിൽ അങ്ങോട്ട് പൊക്കോന്ന്. നമ്മള് ചിക്കൻ എന്താ 65 ആണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ രീതിയില്. 65 കോഴി. ഇതിൽ എണ്ണയൊക്കെ ഉണ്ട്. 65 എണ്ണം ഉണ്ടോന്നുള്ളത്. 65 പീസ് ഉണ്ടോ നോക്കട്ടെ. 65 പീസിന്റെ ആവശ്യമില്ല. പേരെങ്ങനെയാണ്? ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. സ്പീഡിലല്ല, മെല്ലെ. ഇന്നിപ്പോ എന്താ നമ്മള് നേരത്തെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച ഒന്നും നടന്നില്ല. പിന്നെ നമുക്ക് എന്തായാലും എല്ലാരും പാടെ ഒരു വൈകുന്നേരത്തെ ആയിക്കോട്ടെ വിചാരിച്ചു. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കുഞ്ഞാ കുട്ടി കണ്ടുപഠിച്ചോ കേട്ടോ. കണ്ടുപഠിച്ചോ. മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട്. ഉണ്ണിപ്പെണ്ണെ ഇതേപോലെ വീട്ടിലുണ്ടാക്കണം കേട്ടോ. പിന്നെ ഒരു ഇതാണ് ഉണ്ണിപ്പെണ്ണേന്ന് വിളിക്കുന്നത്. ഉണ്ണിപ്പെണ്ണേന്നുള്ളത് ഞങ്ങൾ ചെറുപ്പം മുതൽ അവളെ ഞാൻ വിളിച്ച് ശീലിച്ചതാണ് കേട്ടോ. അത് എന്റെ അമ്മുട്ടീനെ ഞാൻ പെണ്ണെ വിളിക്കും, അച്ചുട്ടീനെ പെണ്ണെ വിളിക്കും, അവരെയൊക്കെ ഡി പോടിന്ന് വിളിക്കുക. അപ്പൊ അതില് പെണ്ണേന്ന് വിളിക്കുന്ന നിമ്മി എന്താ പെണ്ണെ വിളിക്കണേന്ന് എന്താ കാശ്മീരി മുളക് പൊടി വിളിക്കാൻ പാടില്ല, കുട്ടിയെന്ന് വിളിക്കാൻ പാടില്ല, നീ എന്ന് പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ എന്താണ് പറയാ? അല്ല, ഇതൊരു നെഗറ്റീവായിട്ടല്ല. ഇവളും അവളും പാടെ അച്ചും ഉണ്ണിപ്പെണ്ണും പാടെ 24 ദിവസം വ്യത്യാസമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇവള് പ്രസവിച്ചപ്പോ മുതല് ഞാൻ വിളിക്കാൻ തുടങ്ങിയ. ഞാൻ 90-ന് വന്നപ്പോ വിളിപെടുണ്ട്. അപ്പം മുതൽ ഞാൻ വിളിക്കാൻ തുടങ്ങിയതാണ്. എല്ലാവരും സുന്ദരിന്ന് വിളിക്കും, ഞാൻ ഉണ്ണിപ്പെണ്ണേന്ന് വിളിക്കും. അത് എന്റെ കുട്ടി ആയതും കൊണ്ടല്ല, അല്ലെങ്കിൽ വേറെതായതും കൊണ്ടാണ്. അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. മക്കളൊക്കെ അതില് നിന്റെ കുട്ടി വേറെ കുട്ടി ഈ കമന്റ് ഇടുന്നത്. അപ്പൊ ഞാൻ പറയാണ്, അങ്ങനെ നമ്മൾ ഇതുവരെ ഇല്ല, അങ്ങനെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ആയിരിക്കൂല്ല. അപ്പൊ അതിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഓരോരുത്തർക്കും ഓരോന്ന്. ചിലപ്പോ നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ കുട്ടികൾ തന്നെ. അത് സുകന്യയുടെ കുട്ടി അല്ലെങ്കിൽ അവളുടെ കുട്ടി, എന്താ രണ്ടാമത്തെ അനിയന്റെ കുട്ടിന്നൊന്നുമില്ല. ഇവിടെ അനിയനും ഇവിടെ നമ്മുടെ മക്കൾ തന്നെ. നമ്മൾ ഇതിക്കില്ലേ തൈര് ഒഴിച്ചു കൊടുക്കണ്ടേ. തൈര്, പിന്നെതാ അരിപ്പൊടിയും കോൺഫ്ലവറും പാടെയാണ് കേട്ടോ. രണ്ടും പാടെ ഇട്ട് കൊടുക്കണ്ട്. ഉണ്ണിപ്പെണ്ണേ കുറച്ച് ചിക്കൻ മസാല ഉണ്ടായിരുന്നു അവിടെ, എടുത്തിട്ട് വരും. ഇനി നല്ല പോലെ നമ്മളിതില്ലേ കുഴച്ച് യോജിപ്പിച്ച് കൊടുക്കണ്ട് കേട്ടോ. വെള്ളം കളയണ്ട, കനലത്തെ വെള്ളം കൂടി നിർത്തി. ഓ, നാളെ തന്നെ പോവാം നമുക്ക് കോങ്ങാട് പാർക്ക്. എന്താ മണം? ചിക്കൻ മസാല വേണമെങ്കിൽ ചിക്കൻ മസാല ഇടാട്ടോ. ഞാൻ അതിൽ കുരുമുളകിന്റെ പൊടി ഇടുന്നുള്ളൂ, ചിക്കൻ മസാല ഇടുന്നില്ല. ഇനി നമ്മളിത് ഒരു അരമണിക്കൂറില്ലേ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇതില് മസാലയൊക്കെ പിടിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു അരമണിക്കൂർ. അതുവരെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വിശേഷങ്ങൾ ഉണ്ടല്ലേ പറയാന്. എല്ലാവരും എന്താന്നറിയോ, ഞാൻ അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നോക്കണം, ഉപ്പുണ്ടോ നോക്കിയതാണ്. പൊന്നാ എന്തടി അതില് മാല എടുക്കൊന്നുമില്ല ആൾക്കാര്. അത് കുറച്ച് വെള്ളം താഴേക്ക്.
ആ മാല കിട്ടിയോ ചോദിച്ചിരുന്നു. മാല കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് അവന്റെ ഏട്ടന്റെ മാലയാണ്. അപ്പൊ നമ്മള് ഇവള് വിഷുവിന് വീട്ടിക്ക് പോകുമ്പോ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എന്താണ് പൂവാണോ? പൂവാണ്. എങ്ങടെ അമ്മ എങ്ങടെ പോണമ്മ? ഇല്ലെങ്കിൽ സുകന്യ ഒരു 3-4 പാവം വാങ്ങിയിട്ടിരുന്നു കേട്ടോ നിമ്മിയെ. അല്ലേ? സ്വർണത്തിന് എന്തിനാ സ്വർണ്ണം എങ്ങനെ വില കൂടിയത്? അത് എന്താ നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, മൈസൂര് ടൂറ് പോയപ്പോ ഒരു കുട്ടി മരണപ്പെട്ടു പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ അച്ഛന്ന് പണിക്ക് പോയതാട്ടോ. പണിക്ക് പോകാൻ നമ്മുടെ വീടിന്റെ 3-ാമത്തെ വീടാണ് അവരുടെ വീട്. അപ്പൊ പണിക്ക് പോകുമ്പോ കോങ്ങാട് വെച്ചിട്ട് ആക്സിഡന്റ് ആയി. പിന്നെ മൂപ്പരാളുടെ കാലിന്റെ എല്ല് പൊട്ടി, പാദം നീങ്ങി. പിന്നെ ഇവിടെ മലബാർ ഹോസ്പിറ്റലിലാണ് കേട്ടോ, പാലക്കാട്. അവർക്ക് എന്തായാലും നിമ്മയെ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് പറഞ്ഞിട്ട് കഷ്ടകാലാണ് കേട്ടോ. ഞാനും ആ ഏട്ടന്റെ ഭാര്യയും നല്ല കൂട്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് ഏറ്റവും നല്ല കൂട്ടുകാരികളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. 2 മാസം വ്യത്യാസത്തിൽ ഞങ്ങൾ വന്നത്. അവള് മരണപ്പെട്ട് ഒരു 7 വർഷം കഴിയുമ്പോഴേക്കും മോളെ കൊണ്ടുപോയി ദൈവം. കുറെ ദുരിതത്തിന്റെ മേതെ ദുരിതങ്ങൾ മാത്രമാണ് കേട്ടോ ആ ഏട്ടന്. പക്ഷെ എല്ലാവരോടും ചിരിച്ചു കളിച്ചില്ലേ, എന്നും ചിരിച്ചു കളിച്ചിട്ട് മൂപ്പരാളെ കാണുള്ളൂ അല്ലേ. ഒരു വിഷമം കണ്ടിട്ടേ ഇല്ല. എപ്പോഴും ചിരിച്ചു കളിച്ച് ഉള്ളിലൊതുക്കി മനുഷ്യനാണ്. നമുക്കേ സങ്കടം തോന്നാറുണ്ട്, എന്തിനാ ദൈവം ഇങ്ങനെ ഫലിപ്പിക്കണെന്നുള്ളത്. ചിലവരിങ്ങനെ പറയില്ലേ, എല്ലാം കൊണ്ടും സുഖമാണ് പക്ഷെ അവരുടെ ഉള്ളിലൊക്കെ അവരനുഭവിക്കുന്ന വിഷമം അത് ചില്ലറ വിഷമായിരിക്കില്ല. നമുക്കൊന്ന് സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ മനുഷ്യൻ കള്ളുടിയ ദുഷിച്ചൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഒന്ന് നോർമലായിട്ട് എല്ലാവരും മുമ്പിൽ ചിരിച്ച് സന്തോഷമായിട്ട് നടക്കുന്നു പറയുമ്പോ എന്നിട്ടും ആ മനുഷ്യൻ ഇങ്ങനെ ദൈവം പിന്നെയും ഓരോ വലിയ സങ്കടങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോ ഇനിയിപ്പോ ഒരു വർഷം ആ മനുഷ്യൻ എണീറ്റ് നടക്കാൻ പറ്റുമോ? ഒരു പണിയെടുക്കാൻ പറ്റുമോ? പിന്നെന്താ? അത്രയും വലിയ പൊട്ടി സീൽ റാടൊക്കെ ഇട്ടു. എന്നാലും അതൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടൊക്കെ വരണ്ടേ? സമയം എത്ര എടുക്കും? ജീവിതം നാശായില്ലേ? എന്താന്നറിയോ ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ കാരണം നമ്മുടെ അടുത്ത വീട്ടിലത്തെ ഞാൻ പറഞ്ഞില്ലേ സ്നേഹയുടെ കല്യാണത്തിന്റെ വിരുന്നായിരുന്നു ഒന്ന്. അപ്പൊ അവിടുന്ന് കുറച്ച് കുഴിമന്തിയുടെ ചോറ് കിട്ടിട്ടോ. അപ്പൊ ആ ചോറ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ, ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരും കുറെ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ ചോറിന് ഞാൻ ചിക്കൻ വാങ്ങാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചോറ് കൊണ്ടുവന്നിരുന്നു. അപ്പൊ ചില്ലി ഉണ്ടാക്കി കഴിഞ്ഞു വെച്ചാല് കുട്ടികൾക്ക് കഴിക്കുകയും ചെയ്യാലോ. ഇവര് വന്നിട്ട് ഇറച്ചിയൊന്നും വാങ്ങിയിട്ടും ഇല്ല കേട്ടോ. ഇറച്ചി വാങ്ങുക പിന്നെ കല്യാണ തിരക്കായിരുന്നു. സദ്യയായിട്ടും ചിക്കനായിട്ടും അല്ലേ? തലേദിവസം നെയ്ച്ചോറും ചിക്കനും, പിറ്റേ ദിവസം നല്ല സദ്യ. ഞാന് വൈകുന്നേരത്ത് വിരുന്നിന് പോയപ്പോ ഞാൻ അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. ചൂടല്ലേ, വല്ലാണ്ട കോഴി ബീഫ് വാങ്ങണം. തിന്നാതിരിക്കൊന്നും ചെയ്തിട്ടില്ല നമ്മള് അല്ലേ? പക്ഷെ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ജീവിക്കണത് ഇപ്പൊ ബിഗ് ബോസിന് വേണ്ടിട്ടാണ്. നോട്ട് ചെയ്തോ? വോട്ട് ചെയ്യാൻ പറ്റില്ല. മേമയുടെ ഓരോ പ്രശ്നങ്ങളാണ്, സുകന്യയുടെ ഓരോ പ്രശ്നങ്ങളാണ്. നമ്മള് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. വോട്ട് ചെയ്തില്ലേലും വേണ്ടില്ല, ബിഗ് ബോസിന് സുകന്യ വോട്ട് ചെയ്യും. അതെങ്ങനെ ചെയ്യാ ശരിക്കും നോക്കിട്ട് എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നോമിനേഷനിൽ വന്ന ആൾക്കാരുടെ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ എന്നെ തല്ലെന്ന് പറയണതേ. എല്ലാരും പാടെ ഇരിക്കുമ്പോ ഒരു രസാണ് അല്ലേ? എല്ലാവരും വീട്ടിലുണ്ടാവുമ്പോ. ചെക്കന്മാര് അപ്പുറത്തുണ്ട് കേട്ടോ, കിച്ചു ഒക്കെ. എവിടേക്കാ എന്നിട്ട് ടാറ്റ പോണ്? എവിടേക്ക് ടാറ്റ പോണ്? എവിടെയായിരുന്നു? ഇന്നലെ ഇവിടെ മഴ പെയ്തു കേട്ടോ. ഇന്ന് ചൂടൊക്കെ കണ്ടപ്പോ വിചാരിച്ചു ഇന്ന് മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് മഴ പെയ്തില്ല. നമ്മളില്ലേ ഇതാ ചൂടായോ നോക്കണ്ടേ, എന്താണ് ചൂടായിട്ടാ. ഈ വെളിച്ചെണ്ണയിലില്ലേ ചിക്കനും മീനൊക്കെ വറക്കുമ്പോ നല്ലൊരു മണം വരില്ലേ. നമ്മള് കറിവേപ്പിന്റെ ഇലല്ലേ
എനിക്ക് വെളിച്ചെണ്ണയില് എന്തുണ്ടാക്കണതിന്റെ രുചി കിട്ടില്ല. ഊതിക്കെടുത്താണ് ഏട്ടാ, തീ ഊതിക്കെടുത്താണ്. ഗാനമാല ആരംഭിച്ചു. ഗാനമേള. വർത്താനം പറഞ്ഞ സമയം പോണത് അറിയില്ലേ? ഇവര് അവിടെ നേരത്തെ കടക്കൂട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് കടന്നുറങ്ങുന്ന സമയം അവിടെ ഇവങ്ങളുടെ രണ്ടുറക്കം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഞങ്ങള് കടക്കുന്ന സമയം ഞങ്ങള് നീക്കുന്ന സമയം ഒപ്പായിരിക്കും. കാലിക്ക് വീഴ്ത്തണ്ട. അടുത്തതും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്താ തോന ഒഴിക്കാത്ത എന്താണെന്നറിയോ? കുറച്ചീശേ വറുത്തെടുക്കുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ നാളെ നമ്മള് ഒന്നും ഈ എണ്ണയും കൊണ്ട് ഉണ്ടാക്കില്ല. അപ്പൊ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് മണ്ടയ്ക്കൊന്ന് കൊടുത്താലേ അവന് തമാശയായിരിക്കും. പിന്നെന്താ തല്ലാത്ത? എന്തായാലും ഇന്നത്തെ വീഡിയോ കുറച്ച് ഒച്ചയും വിളിയും ബഹളം ഒക്കെ ഉണ്ടാവും. വേറെ നിവൃത്തിയില്ല. എല്ലാരോടും മിണ്ടാണ്ടിരിക്കണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഇതില് നമ്മള് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിരുന്നു കേട്ടോ. വേണ്ട കൊടുത്തു. മാമൻ ചിക്കൻ തിന്നില്ല. മാമൻ വെജിറ്റേറിയനാ. മാമൻ ചിക്കനെ തിന്നില്ല. മാമൻ ചിക്കൻ തിന്നില്ല. മാമൻ ചിക്കൻ തീറ്റ നിർത്തി. ബീഫിന്നില്ല. അതിനാണ് തൈര് വെച്ചേക്കണത്. ചോറ് വിളമ്പന്മാര് ഒരു സാധനം ഞാൻ തിന്നില്ല വെച്ചിട്ടാണ്. ചിക്കൻ കാട്ടിട്ട് മീൻ പിടിക്കുന്ന കാണിച്ചത്. എടുത്തോ. എന്താ ഇപ്പൊ ഇവര് നാണക്കേട്? ഇതെങ്ങനെ ജീവിക്കാൻ കണ്ടിരുന്നത്? ഇവിടെ വായോ കാണട്ടെന്നേ. നിങ്ങളെ കാണിക്കാത്ത ഞങ്ങളെ കണ്ട് മടുത്തു അവർക്ക്. ഒന്ന് പുതിയ മുഖല്ലേ കാണണ്ടേ? പറഞ്ഞു കൊടുത്താണേ. നീ ഒരു പാട്ട് പഠിക്കുന്ന എന്താ? നീ ഡാൻസ് വെച്ചാ? ഞങ്ങള് ഇന്ന് പോണം വിചാരിച്ചാണ് കേട്ടോ വീട്ടിക്ക്. ഇനിയിപ്പോ ഇവര് പോണ വരെ ഇങ്ങനെ അവിടെ വല്യമ്മടെ മരിച്ചതിന്റെ 15 ഉണ്ട്. അപ്പൊ വ്യാഴാഴ്ച അല്ല വെള്ളിയാഴ്ച ഇവര് പോകുമ്പോ നമ്മളും പോകും. ഇപ്പൊ എല്ലാവരും പാടെ എപ്പോഴെങ്കിലും അല്ലേ? കുട്ടികളെന്നെ കാണില്ല അല്ലേ? അതാ വീട് കല്യാണ വട്ടം തിരിയല്ലേ കുട്ടിയെ? ഇപ്പൊ ആർക്ക് കഴിഞ്ഞ കൊല്ലം പിന്നെ ഇന്ന് നല്ല ബഹളമയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്താ നല്ലുണ്ട്. സുകന്യ മാത്രം മിണ്ടില്ല. എന്താ സുകന്യ ഞങ്ങൾക്ക് പ്രശ്നം? അത് ഒന്ന് ചൂടാകുമ്പോ ശരിയാവണ്ടേ? അതല്ലേ അത് ശരിയാവും. അല്ല ഞാൻ ഇതില് പാത്രത്തിലിട്ട് കറക്റ്റ് ചോപ്പാണ്. അത് എണ്ണമയം കൂടെ പോകുമ്പില്ലേ കളർ കറക്റ്റ് ആവണ്ടേ? ലൂഞ്ഞ എന്താ കുഞ്ഞു തെരയണ് ഇങ്ങനെ? ഉണ്ടാക്കാൻ മുട്ടി. ഇത് കഴിഞ്ഞിട്ട് മയോണൈസ് ഉണ്ടാക്കി തരാം. ആരാടാ റോഡില്?
എന്നെങ്കിലും പെരുന്നാളും വെള്ളിയാഴ്ചമാര് സുകന്യ വീഡിയോക്ക് വരും. അന്ന് സുകന്യ നെരള് പോലെ ഒന്നും മിണ്ടാണ്ടിരിക്കും. ആര് സംസാരിച്ച് എന്നിട്ട് വേണം സുകന്യ പോലെ ആവണം, സുകന്യ പോലെ നിക്കണം, സുകന്യ പോലെ ഇരിക്കണം. വീഡിയോ കൂടെ ഓഫ് ആക്കിയ പിന്നെ കല 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 പറഞ്ഞാണ്. ക്യാമറ ഓൺ ആക്കിയാ കഴിഞ്ഞു, ഒറ്റ പൊത്തലാണ്. അതൊക്കെ നിർത്തി അപ്പൊ തുടങ്ങി. പിന്നെ അതെന്താ പറയാ, ഇടത്തേക്ക് വേണ്ടത് കിട്ടിക്കോട്ടെ, ഞാൻ സൈലന്റ് ആവുകയെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളല്ല ഇതാണ്. എങ്ങനെ എങ്ങനെ എങ്ങനെയാണെന്നറിയോ, ചിലി 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 ഏതാണ് ചെവി ഇങ്ങനെ കാർന്ന് തിന്നും. ഇതൊന്നും കാണാനും കേൾക്കാനും ആരുമില്ലല്ലോ എന്നാണ് എനിക്ക്. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇതിപ്പോ 2 ക്യാമറ വെച്ചൊരു വീഡിയോ എടുക്കേണ്ടി വരുമെന്നപ്പോ ഒന്നും കൊണ്ട് എടുക്കാൻ പാടില്ല, 2 വെച്ചെടുക്കണം. എല്ലാവരും ഉള്ളപ്പോ ഒരു രസാണ് കേട്ടോ. എല്ലാവരും ഉള്ളപ്പോ നമ്മള് കുറച്ചേ ഉണ്ടാക്കുക അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുക വെച്ചാൽ എല്ലാവരും പാടെ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കണതിന്റെ ഒക്കെ ഒരു സുഖല്ലേ, അത് വേറെ തന്നെയാണ്. ഇതേപോലെ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് വിളി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഏട്ടന്റെ കുട്ടികള് എപ്പോഴാ അമ്മായി വരിക, എപ്പോഴാ അമ്മായി വരിക എന്നിട്ട് ഞാൻ പോയാലാണ് വലിയേട്ടനും കുട്ടികളും ഒക്കെ തറവാട്ടിക്ക് വരുള്ളൂ. അവിടെ ഇതേപോലെ തന്നെ കേട്ടാ. ഞങ്ങള് ഒരു ദിവസം നിൽക്കുക രാത്രി 12-1 മണി വരെയൊക്കെ നിന്നെ ഉറങ്ങാണ്ടിരിക്കേ, വർത്താനം പറയല് കഴിയേയില്ല. കാണുന്നവർക്ക് ഇങ്ങനെയാണ് കുടുംബം, ഇങ്ങനെയാണ് കുടുംബം. അത് ഓരോ ഫോണും പിടിച്ച് ഓരോ മുക്കിൽ പോയി നിൽക്കുന്ന ഒരു വീഡിയോ കാണുമ്പോൾ എന്താണ് ഇവിടെ കലവല കലവല കലവല. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാണ്ട്. എന്റെ അമ്മയൊക്കെ എന്നിട്ട് ചോദിക്കേ, ഏട്ടനോട് ചോദിക്കേ, ഇത്രയും ദിവസം നിങ്ങൾക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ലേ, ഇവള് വന്നാ മാത്രമേ നിങ്ങൾക്ക് വർത്താനം പറയാനുള്ളേ ചോദിക്കും. ചോറ് മുമ്പിൽ വെച്ചിട്ടുണ്ടാവും. ചോറ് കഴിക്കണമെങ്കിൽ എത്ര നേരമാവും അറിയാം. ആദ്യമൊക്കെ ഈ അരിയേട്ടൻ വന്നു കഴിഞ്ഞു വെച്ചാല് അടുക്കളയുടെ ഭാഗത്തേക്ക് വരികയില്ല കേട്ടോ. ഞങ്ങള് 4 പേരും അടുക്കളയിൽ നിന്ന് വർത്താനവും കളിയും ചിരിയൊക്കെ ആവും. ഈ ഏട്ടൻ മാറി നിൽക്കുന്നു. ആ പിന്നെ ഇപ്പല്ലേ അനിയേട്ടൻ മുമ്പിൽ വരാൻ തുടങ്ങി. ആദ്യം ഒരു പരിചയക്കടൊക്കെ അല്ലേ. അയ്യോ നീ ഉണ്ട് കേട്ടോ. വേണ്ടവർക്കും ഒക്കെ ഉണ്ട്. എനിക്ക് സാധാ ചോറ് മതി. എന്താണ് നിങ്ങള് വിരുന്ന് വന്നൊക്കെ ഇരിക്ക്. അതാ വലിയ കാരണവര് വരുന്നു. നമ്മടെ മടിയിലാണോ ഇരിക്കുന്നത്? പിന്നെ വട്ടത്തിലിരിക്കേ. ഇപ്പുറത്തിരുന്നോ? ഈ സൈഡിൽ അമ്മൂട്ടിന്ന് ഈ സൈഡിൽ നിന്നോ? പൊന്നുട്ടി ഇരിക്കേ. അവിടെ ഇരുന്നോ? പൊന്നോട്ടി അവിടെ ഇരിക്കും. ചിക്കന്റെ ഗ്രേവി ഉണ്ട് കേട്ടോ. പിന്നെ ചില്ലി ഉണ്ടാക്കി. അത് കാണിച്ചില്ല, നമ്മൾ എപ്പോഴും കാണിക്കണതല്ലേ ചിക്കൻ കറി ഉണ്ടാക്കണത്. ചിക്കൻ ചില്ലി. നീ ചില്ലി തിന്നപ്പോ നല്ലത്. അമ്മ അടീത്തേണ് അവന് എരിവില്ലാത്ത. കുട്ടിക്ക് വേണ്ടേ, പൊന്നൂസിന് വേണ്ടേ ചിക്കൻ ചില്ലി? രസമുണ്ടോ? ബിരിയാണി മാത്രമേ രസമുള്ളൂ. എന്ത് ചോറാത്? കസബേ കുഴിമന്തിയോ? എന്ത് ചോറത്? കിച്ചു അതാ തിന്നെ. ആരും ചോറൊന്നുമില്ല അപ്പൊ. കുഞ്ഞിനെന്താ തിന്നെ? കുഞ്ഞിന് തന്നെയാണ് അല്ലേ? അമ്മു അതന്നെയാണ് കഴിക്കുന്നത്. എല്ലാരും അതന്നെ. ഇവിടെ എങ്ങനെ വലിയ കുട്ടിയോ? കുഞ്ഞിപ്പെണ്ണെ, എന്താ നിന്റെ അവസ്ഥ? എങ്ങനെയുണ്ട് ചിക്കൻ? നന്നായിട്ട്. മാവടെ കുട്ടിക്ക് ഇഷ്ടായാ മതി കേട്ടോ. അച്ചുവിനോ? സൂപ്പർ. പൊന്നുട്ടി നമ്മള് നോക്കില്ല അല്ലെ പൊന്നുട്ടിയെ? ഒന്ന് തല പോക്കും പൊന്നുട്ടിയെ. മുടിയൊക്കെ റെഡി തന്നെയാണ്.
എന്റെ കുഞ്ഞുണ്ണി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുണ്ണി അടുത്ത് ചോദിച്ചാ പറയണ്ട. എങ്ങനെയുണ്ട് കുഞ്ഞുണ്ണി? ചില്ലി എങ്ങനെയുണ്ട് പറ പുത്തേ? സൂപ്പർ. പൊന്നൂസേ മാമ എങ്ങനെയുണ്ട്? നന്നോ? മാമ എങ്ങനെയുണ്ട്? മോരുക്കൂട്ടാൻ അമ്മായിക്ക് ഒരു ഗ്ലാസ് ചുക്ക് വെള്ളം എടുത്തിട്ടോ. ചില്ലി അടിപൊളി കേട്ടോ. ചില്ലി അടിപൊളി അറിയാം. ഇഷ്ടായോ? നാത്തൂന് എന്താ കഴിക്കാത്ത? അവളുടെ കഴിക്കൽ കഴിഞ്ഞു. അനിയൻ അപ്പുറത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്നേ ഒന്നും മിണ്ടാണ്ടിരിക്കോ? ഒന്നും മിണ്ടാണ്ടിരിക്കോ? ഇല്ലാത്ര എന്താ എന്താ പറ? എന്താ മിണ്ടാണ്ടിരുന്ന അല്ലേ? മിണ്ടല്ലേ പൊന്നു? പൊന്നു പൊന്നുച്ചേ മുത്തേ നോക്ക് മിണ്ടല്ലടാ. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഞങ്ങളുടെ ഗാനമേള തുടങ്ങിക്കൊണ്ടേ ഇരിക്കും കേട്ടോ.